അല്ല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നടപടിയെടുത്തു. ആ നടപടി എടുത്തിട്ട് ആ നടപടിയുടെ കാലയളവിൽ എന്തെല്ലാം ചെയ്യാമെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അത് നേതാക്കന്മാർക്കും ബോധ്യമുണ്ട്. അതിലേതെങ്കിലും ഒരു കാര്യം ഞാൻ ലംഘിച്ചാൽ മാത്രമാണ് അവർക്ക് എന്നെ വിളിച്ചു പറയേണ്ടുന്ന കാര്യമുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഭരണഘടനയെ പറ്റിയും ഈ പാർട്ടിയുടെ രീതികളെ പറ്റിയും വല്ലാത്ത ബോധ്യമില്ലാത്തത് എൻ്റെ പ്രശ്നമല്ലല്ലോ. പാർട്ടി സസ്പെൻഷൻ പീരീഡിൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല ഞാൻ കണ്ടു. നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കുന്നത് കേട്ടു, സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പങ്കെടുത്തില്ലെന്ന്. ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുത്തിട്ടില്ല. അത് ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഇവിടുത്തെ DCC പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുത്തില്ല എന്ന്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഇവിടെ പക്ഷേ പാർട്ടി കുറേ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിങ്ങോട്ട് വിടുമ്പോൾ ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റും. അത് നിങ്ങൾ എത്ര കിടന്ന് വാർത്ത കൊടുത്താലും എന്ത് ചെയ്താലും കോൺഗ്രസിനെ UDFനും ജയിപ്പിക്കാൻ സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും. അതിനകത്തൊന്നും ആർക്കും ആശങ്ക വേണ്ട. ഇതിനകത്ത് ആശങ്ക ആർക്കൊക്കെയാണ്? ഒന്ന് മാധ്യമങ്ങൾക്ക്, പിന്നെ CPMനും BJPക്കും. ഇന്നലെ ഞാൻ കണ്ടു, എൻ്റെ ഓഫീസിൻ്റെ വാതിക്കൽ ഒരു നേതാവ് വന്നിട്ട് വല്ലാതെ പ്രക്ഷോഭമൊക്കെ നടത്തുന്നത് കണ്ടു. ആ നേതാക്കന്മാരിൽ ഒരു നേതാവിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ആ നേതാവിന് ഇത്തരം വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ള ധാർമ്മികതയെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് ആ നേതാവ് ആർജവത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ആ നേതാവ് വല്ലാതെ ആർജവമുണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. അത് ഭീഷണിയല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിനി ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാം. പക്ഷേ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അല്ലേ? ബണ്ടി ചോർ മോഷണത്തിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചു എന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്നതിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആ നേതാവിന് അതിനുള്ള അവകാശമുണ്ടോ എന്ന് ആ പാർട്ടി വിലയിരുത്തട്ടെ. ആ പാർട്ടി വിലയിരുത്തിയതിന് ശേഷം ആ നേതാവ് പിന്നെ ആർജവത്തോട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. പൊതുസമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ തെളിവ് സഹിതം, ഞാൻ അന്തരീക്ഷത്തിലേക്ക് വെടിവെക്കുന്ന ആളല്ല, തെളിവ് സഹിതം ഞാൻ പറയാം. ഒന്ന് ഞാൻ പറയാം. രണ്ട്, ഇനി വല്ലാതെ ഈ ധാർമ്മികത ഇങ്ങനെ തികട്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്, വല്ലാതെ ഈ ധാർമ്മികത തികട്ടി വന്ന മാധ്യമ പ്രവർത്തകൻ. ആ മാധ്യമ പ്രവർത്തകനും ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ എടുത്തൊന്ന് നോക്കിയിട്ട് പറയട്ടെ. ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ മാധ്യമ പ്രവർത്തകൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി പിണക്കത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും പറ്റിയൊക്കെ ന്യൂസ് ഡെസ്കുകളിലൊക്കെ പാട്ടാണല്ലോ. അപ്പോൾ ആ മാധ്യമ പ്രവർത്തകനും ആലോചിക്കട്ടെ, ഇങ്ങനെ ആക്രോശിക്കാൻ ഉള്ള അവകാശമുണ്ടോ എന്ന്